എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മീൻകറി ഉണ്ടാക്കുന്ന നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. മീൻകറി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നോൺ വെജ് കഴിക്കാത്തവർ മാത്രമാണ് മീൻകറിയൊക്കെ കഴിക്കാതിരിക്കുള്ളൂ. അല്ലാതെ നോൺ വെജ് കഴിക്കുന്ന എല്ലാവർക്കും മീൻകറി എന്ന് പറയുന്ന ഒരു സ്പെഷ്യലായിരിക്കും. അപ്പോൾ അതൊക്കെ തേങ്ങ ചേർത്ത് വെക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നീട്ടി വലിച്ചിട്ടൊന്നും അല്ല കേട്ടോ വയ്ക്കുന്നത്, വറുത്തരച്ചിട്ടൊന്നും അല്ല, എളുപ്പത്തിലാണ്. അപ്പോൾ ഇതാ ഈ മീനാണ് കേട്ടോ, നത്തോലി, ചെറിയ പരൽ മീൻ. അപ്പോൾ വേഗം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിലുള്ള ഒരു രീതിയാണ് കാണിക്കുന്നത്. മീൻകറി വെക്കുന്നത് തന്നെ നമ്മൾ എങ്ങനെ വെക്കുകയാണെങ്കിലും മീൻകറി വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ് കേട്ടോ. 1-2 ദിവസത്തേക്ക് നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ കറി വെക്കാനുള്ള ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ കേട്ടോ, കൂടുതലാവരുത്, പക്ഷേ ഇടാതിരിക്കുകയും ചെയ്യരുത്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും കേട്ടോ. നല്ലൊരു മണം ഉണ്ടാവും, കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞത്. കറിയൊക്കെ വയ്ക്കുമ്പോൾ മീൻ കറി ആണെങ്കിൽ പ്രത്യേകിച്ച് പുളി ചേർത്ത് ഏത് കറി വയ്ക്കുമ്പോഴും നമ്മൾ ചട്ടിയിൽ വെക്കണം കേട്ടോ. അതായിരിക്കും നല്ലത്. അലുമിനിയ പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും നമ്മൾ മീൻ കറി വെക്കരുത്. ഇതേപോലെ ചട്ടിയിൽ വെക്കണം. പിന്നെ ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളി, പഴുത്ത തക്കാളി ചേർക്കണമായിരിക്കും നല്ലത്. പുളിയുള്ള തക്കാളി ചേർക്കണമെന്നില്ല, കാരണം നമ്മളിനി പുളി പിഴിഞ്ഞ് വാളംപുളി ചേർക്കുമല്ലോ. അപ്പോൾ തക്കാളിയുടെ പുളിയെല്ലാം നമുക്കിതിലേക്ക് ആവശ്യം. നമ്മുടെ വാളംപുളിയുടെ ഒരു പുളിയാണ് വേണ്ടത്. പിന്നെ നാളികേരം അത് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ച നാളികേരമാണ്, വറക്കൊന്നും വേണ്ട. പച്ചയ്ക്ക് തന്നെ നമുക്ക് കുറച്ച് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് അരയ്ക്കാൻ. നമ്മുടെ തക്കാളി ഉള്ളിയും വഴന്ന് വന്നതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ മല്ലിപ്പൊടി. മുളക് പൊടിയൊന്നും കുറയ്ക്കരുത് കേട്ടോ, മീൻകറി ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല മീൻകറി കഴിക്കണമെങ്കിൽ എരിവും പുളിയൊക്കെ ആവശ്യത്തിന് ചേർക്കുക തന്നെ വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു നുള്ളും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കണം, പൊടി കരിയാതിരിക്കാനാണ്. എന്നിട്ട് ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കണം. കുറച്ചും കൂടി എണ്ണ ഒഴിച്ചാൽ കരിയില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വാളംപുളിയാണ് കേട്ടോ പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നത്. പുളിയുടെ അളവ് നിങ്ങൾ നോക്കി ചേർക്കണം. മീൻ എത്രയുണ്ടോ, നമ്മളിപ്പോൾ ഒരേ അളവിലല്ലല്ലോ മീൻ, ഞാൻ 1/2 കിലോ വെക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ വെക്കുക, കൂടുതൽ വെക്കുമല്ലോ, അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ പുളി നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. ഒന്നര ടീസ്പൂൺ അളവിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയതിന് ശേഷം പിന്നെ ഇടാം. നമ്മുടെ പുളിവെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. നല്ലോണം തിളച്ചിട്ട് വേണം മീനിടാൻ. നല്ല എളുപ്പമുള്ള ഒരു രീതിയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ടൊക്കെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ലൈക്ക് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും മാത്രമേ ഞാൻ പിന്നെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ മീനൊക്കെ വെന്തു നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കണം നാളികേരം ഒഴിച്ച് കൊടുക്കണം. നാളികേര പാലാണെങ്കിലും കുഴപ്പമില്ല. ഒരുപാട് നേരം കറിയിൽ കിടന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് ചെറിയൊരു തിള മാത്രമേ നമുക്ക് നാളികേരം ഒഴിച്ചതിന് ശേഷം ആവശ്യമുള്ളൂ. അപ്പം നമ്മുടെ രുചികരമായ മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കണം. പരൽമീൻ തന്നെ വേണമെന്നില്ല, ഏത് കറിയാണെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അയിലേക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മത്തി, അയില അങ്ങനത്തെ മീനൊക്കെ, നെയ്മീനായാലും ഏത് മീനായാലും ഇതുപോലെ വെക്കുക. നിങ്ങൾക്ക് നാളികേരം ഇതുപോലെ ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നാളികേര പാലായിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മുടെ ചാനലിൽ എപ്പോഴും വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറികളുടെ വീഡിയോസ് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുള്ളതൊന്നും ഇടാറില്ല. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. നിങ്ങളുടെ ഏത് അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി കറി പ്രത്യേകിച്ച് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചട്ടിയിൽ തന്നെ വെക്കുക, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ചട്ടിയിൽ വെക്കും തോറും നമ്മുടെ മീൻകറി രുചികരമായി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ലൊരു കറിയായി നാളെ കാണുന്നവരിക്കും എൻ്റെ കൂട്ടുകാർക്കൊക്കെ ടാറ്റാ.